ചേച്ചി വന്നേ വാ. എന്താ നമുക്ക് പോകണ്ടേ? വന്നേ പോവാം വാ. എന്താ അവൻ മുകളിലത്തെ അവന്റെ മുറിയിലേക്കാ പോകുന്നത്. അവിടെ സേഫ് അല്ല. വാ. എനിക്ക് പോണം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പോവാം, അല്പം കഴിയട്ടെ. എന്തിനാ അല്പം കഴിയുന്നേ? ആരാ ആ കാറിൽ വന്നത്? റിലേറ്റീവ് ആണോ അതോ പോലീസ് ഓഫീസറോ മറ്റോ? അതൊക്കെ ഞാൻ പറയാം. നീ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണം. ശബ്ദം ഉണ്ടാക്കാതെ ഈ മുറി നിൽക്ക്. പുറത്തേക്ക് ഇറങ്ങരുത്. നിന്നെ ഈ രാത്രി തന്നെ ഞാൻ വീട്ടിലെത്തിക്കും. വാക്ക്. പോവല്ലേ പോവൽ. അല്ലട മോനെ, നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നേ? അത് പിന്നെ എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ പോലെ. ഡേ ടു ഡേ ബിസിനസ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ത് പറ്റി? നന്ദയുമായിട്ടുള്ള റിലേഷൻ ഡൈവോഴ്സിലെത്തി നിൽക്കുമല്ലേ. ലീഗലി സെപ്പറേറ്റഡ് ആവുന്നതുവരെ അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചാ ഞാൻ വന്നത്. ആ കാറിലാരോ വന്നിറങ്ങിയത് കണ്ടപ്പോഴാ എന്നെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇതാരായിരിക്കും വന്നത്? മഹേശ്വരി കുഞ്ഞമ്മ പേടിക്കുന്ന ആളെന്ന് പറയുമ്പോ ആരാണെന്ന് കാണാനും പറ്റിയില്ല. എടാ, അപ്പൊ അതുവരെ യു എസിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെയാണ്. അപ്പൊ നിന്റെ ബിസിനസ്സൊക്കെ? അതിവിടെ ഇരുന്ന് ഓൺലൈനിൽ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ശങ്കുണ്ണേട്ടാ, നല്ല വിശപ്പുണ്ട്. ആദ്യം ഒരു കോഫി, അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാനും തരണം. സോറി, ലേറ്റ് നൈറ്റ് ആയിട്ട് ശങ്കുണ്ണേട്ടനെ മെനക്കെടുത്തിയതിന്. അല്ല, എനിക്ക് കഴിക്കാൻ എന്താ കിച്ചണിലുള്ളത്? നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ശങ്കുണ്ണിയായിട്ട് ശരിയാക്കി തരും. ആദ്യം നീ നിന്റെ മുകളിലത്തെ മുറിയിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. അതാ നല്ലത്. വേണ്ട, ഞാൻ കാപ്പി കുടിച്ചിട്ടേ മുകളിലേക്ക് പോകുന്നുള്ളൂ. അതിനു മുന്നേ ചില മെസ്സേജുകൾ എനിക്ക് അയക്കാനുണ്ട്. മോനെ, നിന്റെ മുറിയിലേക്ക് ചെല്ല ജി. കോഫി ശങ്കുണ്ണ മുറിയിലേക്ക് കൊണ്ടുവന്ന് തരും. ദീർഘയാത്ര കഴിഞ്ഞ് ഇവിടെ വന്ന് നെടുന്നെടുങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും സാരമില്ലെന്നേ. ഇതെന്താ എന്നെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ എല്ലാവർക്കും എന്തോ തിരക്കുള്ളത് പോലെ? അമ്മ എന്താ ഫോൺ എടുക്കാത്തെ? അതിപ്പോ എടുത്ത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ആരായി വിളിക്കുന്നേ? അന്നകുര്യനാ. ആഹാ, ഡോക്ടർ ആന്റി ആണോ? ഇങ്ങ് തന്നെ, ഞാൻ തിരിച്ചു വിളിക്കാം. അതിന്റെ ആവശ്യമില്ല. അന്നയുടെ ഫോണിൽ നിന്നും മകളെ റബേക്ക വിളിക്കുന്നതാ. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? ഹലോ മോളെ. എന്നെ പറഞ്ഞു വിട്. അത് മോളെ,
ഞാനൊരു 10 മിനിറ്റിനകം അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. മാഡം ഇങ്ങനെ പേടിക്കാൻ ആരാണ് അയാള്? അത് പറ. അതൊരു ഗസ്റ്റാണ്. വിളിക്കാൻ ഞാൻ. ഹലോ ഹലോ. എന്താ അമ്മേ, അമ്മയ്ക്ക് ഞാൻ ഗസ്റ്റ് ആയോ? എന്നാലേ അവള് ഫോൺ വയ്ക്കൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.